നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വധുവിന്റെ ബന്ധു അയച്ചുകൊടുത്ത ഗൂഗിൾ ലൊക്കേഷൻ ഒപ്പിച്ചൊരു പണി പുലിവാല് പിടിച്ചിരിക്കുകയാണ് വധുവരന്മാരും ബന്ധുക്കളും. മുഹൂർത്തത്തിന് താലികെട്ടൽ നടന്നില്ലെന്ന് മാത്രമല്ല, ക്ഷേത്രത്തിലെ പൂജാരിക്ക് പകരം ക്ഷേത്ര ജീവനക്കാരനെ പരികർമ്മിയാക്കേണ്ടി വന്നു. ഗൂഗിൾ ലൊക്കേഷൻ വഴി വിവാഹസ്ഥലം കണ്ടെത്തിയ വരനും കുടുംബത്തിനും 8ന്റെ പണിയാണ് കിട്ടിയത്. ആശങ്കയുടെ മുൾമുനയിൽ നിന്ന വധുവിന് ശ്വാസം നേരെ വീണത് മുഹൂർത്തം തെറ്റി 3 മണിക്കൂർ കഴിഞ്ഞെത്തിയ വരനെ വർണ്ണമാല്യം അണിയിച്ചപ്പോഴാണ്. ഇരിട്ടി മാടത്തിൽ സ്വദേശിനിയായ വധുവിന്റെ ബന്ധു അയച്ചുകൊടുത്ത ലൊക്കേഷൻ മാറിയാണ് ഇരിട്ടി കീഴൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തേണ്ട തിരുവനന്തപുരത്തുകാരനായ വരൻ വടകര പയ്യോളിയിലെ കീഴൂർ ശിവക്ഷേത്രത്തിലെത്തിയത്. 10:30 മുഹൂർത്തത്തിലായിരുന്നു വിവാഹം നടക്കേണ്ടിയിരുന്നത്. സമയമായിട്ടും വരനെയും സംഘത്തെയും കാണാതെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഇപ്പോഴെത്തും എന്ന മറുപടി കിട്ടിയത്. അല്പസമയത്തിനു ശേഷം വരനും സംഘവും അമ്പലത്തിലെത്തി. പക്ഷേ വിവാഹം നടത്താൻ നിശ്ചയിച്ച അമ്പലത്തിലായിരുന്നില്ല. ഞങ്ങളെത്തി, നിങ്ങൾ എവിടെയെന്ന വരന്റെ സംഘത്തിന്റെ അന്വേഷണത്തിലാണ് വരനും വധുവും നിൽക്കുന്ന അമ്പലങ്ങൾ തമ്മിൽ 60-ലധികം കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ടെന്നറിയുന്നത്. ആകെ വിഷമത്തിലായ വധുവിനെ ഇരിട്ടി കീഴൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തി കീഴ്പാട്ടില്ലത്ത് സുരേന്ദ്രൻ നമ്പൂതിരിയും ജീവനക്കാരും സമാധാനിപ്പിച്ചു. ക്ഷേത്രത്തിൽ പ്രത്യേകമായി മുഹൂർത്തം കാണേണ്ടതില്ലെന്നും വരനോട് എത്രയും വേഗം എത്തണമെന്നും എത്ര വൈകിയാലും വിവാഹം നടത്താമെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു. 1:30 വരൻ ക്ഷേത്രത്തിൽ എത്തുകയും ക്ഷേത്രം ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടയിൽ വെച്ച് താലി ചാർത്തുകയും ചെയ്തു. ഇരുവരുടേതും 2ാം വിവാഹമായിരുന്നു. പെണ്ണ് കാണാൻ ചടങ്ങിന് വരൻ വധുവിന്റെ വീട്ടിലെത്തിയിരുന്നുവെങ്കിലും വിവാഹവേദിയായി വധുവിന്റെ കുടുംബക്കാർ നിശ്ചയിച്ച ഇരിട്ടു കീഴൂരിലെ അമ്പലം അറിയില്ലായിരുന്നു. അതിനാലാണ് ഗൂഗിൾ ലൊക്കേഷന്റെ സഹായം തേടിയത്. മറ്റു ചില സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് പരിക്കേറ്റ യുവതിയെ ഉപേക്ഷിച്ച് ഒപ്പമുണ്ടായിരുന്ന യുവാവ് വീട്ടിലേക്ക് പോയ സംഭവത്തിൽ വാഹനത്തിൽ നിന്നിറങ്ങി റോഡിലെത്തിയ യുവതിയെ കണ്ട ഓട്ടോ ഡ്രൈവർ പോലീസിന്റെ സഹായത്തോടെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആലടി ചെരുവേൽ സുരേഷ്, ഒപ്പമുണ്ടായിരുന്ന പാമ്പാനാർ സ്വദേശിയായ 30-കാരി എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്. കട്ടപ്പന കുട്ടിക്കാനം റോഡിൽ ആലടി വളവിന് സമീപത്ത് നിന്നാണ് കാർ 20 അടിയോളം താഴ്ചയിലേക്ക് പതിച്ചത്. 7:30 ഈ ഒരു വഴിയിലെത്തിയ ഓട്ടോ ഡ്രൈവറാണ് പരിക്കേറ്റ നിലയിൽ യുവതിയെ കണ്ടത്. തുടർന്ന് ഉപ്പുതറ പോലീസിന്റെ സഹായത്തോടെ യുവതിയെ ആദ്യം ഉപ്പുതറ CHCയിലും പിന്നീട് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വാഹനം സുരേഷിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് വീട്ടിലെത്തിയപ്പോൾ സുരേഷ് മദ്യലഹരിയിലായിരുന്നു. അപകടത്തിൽ പരിക്കുമുണ്ടായിരുന്നു. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ഇരുവരും 1.5 മാസം മുൻപാണ് ഒന്നിച്ചു താമസമാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. സുരേഷ് പരസ്പര വിരുദ്ധമായ മൊഴികളാണ് നൽകുന്നതെന്നും പോലീസ് പറയുന്നുണ്ട്. പരിക്കേറ്റയാളെ പോലീസ് പിന്നീട് ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചു. മനഃപൂർവ്വം അപകടം സൃഷ്ടിച്ചതാണോ എന്നും മദ്യലഹരിയിൽ സംഭവിച്ചതാണോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്. ഇതിനിടെ തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നായി കാണാതായ പ്രായപൂർത്തിയാകാത്ത 3 പെൺകുട്ടികളെ തിങ്കളാഴ്ച രാത്രിയോടെ പോലീസ് കണ്ടെത്തി. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വച്ചാണ് ഇവരെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ അടക്കം കൃത്യമായ പ്ലാനിംഗ് തയ്യാറാക്കിയാണ് കുട്ടികളെ യാത്ര തിരിച്ചത്. ഇത് തിരിച്ചറിഞ്ഞ് നടത്തിയ ശ്രമമാണ് കുട്ടികളെ കണ്ടെത്താൻ സഹായകമായതും. ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഷൊർണൂറുള്ള ഒരു കുട്ടിയുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാലാണ് പോകുന്നതെന്നും ഷൊർണൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള ടിക്കറ്റ് ചാർജ്, അവിടെ നിന്ന് പൂനെയിലേക്കുള്ള ടിക്കറ്റ് ചാർജ്, തുടർന്ന് മഹാരാഷ്ട്രയിലെ തന്നെ രഞ്ജൻഗാവ് എന്ന സ്ഥലത്ത് എത്തുന്നത് വരെയുള്ള കൃത്യമായ കാര്യങ്ങളാണ് കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളുടെ ഫോൺ ടവർ ലൊക്കേഷൻ കോയമ്പത്തൂരിലെ ഉക്കടം എന്ന ഭാഗത്താണെന്ന് കണ്ടെത്തിയതോടെ ഇവർ ഈ വഴി തന്നെയാണ് പോയിട്ടുണ്ട് എന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിച്ചു. ഇതിന്റെ ഭാഗമായി കോയമ്പത്തൂരിൽ നിന്ന് പൂനെയിലേക്ക് പുറപ്പെട്ട വണ്ടി പോലീസും റെയിൽവേ സേനയും ടിക്കറ്റ് എക്സാമിന്മാരും വണ്ടി തിരുപ്പൂർ എത്തുന്നതിനിടയിൽ പൂർണ്ണമായും പരിശോധിച്ചുവെങ്കിലും കുട്ടികളെ കണ്ടെത്താനായില്ല. തുടർന്ന് കുട്ടികൾ എഴുതിയ കത്ത് കൃത്യമായി പരിശോധിച്ചപ്പോഴാണ് ചില സംശയങ്ങൾ SI EV സുഭാഷിന് തോന്നിയത്. കാരണം കുട്ടികളെ കാണാതാകുമ്പോൾ പോലീസിൽ പരാതി ലഭിക്കുമെന്നും പോലീസ് അന്വേഷിച്ച് എത്തുമെന്നും പിടിക്കപ്പെടുമെന്നും അറിയാവുന്ന കുട്ടികൾ കൃത്യമായ റൂട്ട് എഴുതി വെച്ചത് അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാനാണെന്ന് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഉടൻ തന്നെ കോയമ്പത്തൂരിൽ നിന്നും മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു. ഇതിൽ ബംഗളൂരുവിലേക്ക് പോകുന്ന ട്രെയിൻ ഉണ്ടെന്ന് കണ്ടെത്തിയതോടെ അന്വേഷണം ആ വഴിക്ക് നീങ്ങി. ട്രെയിൻ എത്താൻ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കുട്ടികൾ പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കുട്ടികളെ സമാധാനിപ്പിച്ച ശേഷം രാത്രിയോടെ രക്ഷിതാക്കളെയും എത്തിച്ച് ഇവരെ ഷൊർണൂരിലേക്ക് കൊണ്ടുവരികയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ടോടെ കാണാതായ പെൺകുട്ടികളെ 2 പേർ പാലക്കാട് ഷൊർണൂർ നിവാസികളും ഒരാൾ ചെറുതുരുത്തി ദേശമംഗലം സ്വദേശിനിയുമാണ്. 3 പേരും ഷൊർണൂരിൽ ഒരേ വിദ്യാലയത്തിൽ പഠിക്കുന്നവരുമാണ്. ചെറുതുരുത്തി അഡീഷണൽ SI EV സുഭാഷിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ, വനിതാ പോലീസ് ഓഫീസർ പിയൂഷ സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടികളെ കണ്ടെത്തിയത്.
ഇതിനിടെ മധ്യപ്രദേശിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിലായി. ഫർഹാൻ, സാഹിൽ, സാദ് എന്നിവരാണ് പോലീസ് പിടിയിലായത്. ഇവർക്കെതിരെ പോക്സോ IT ആക്ട് പ്രകാരവും BNCയിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയും കേസെടുത്തതായി പോലീസ് അറിയിച്ചു. പ്രതികൾ വിദ്യാർത്ഥികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചതായും പോലീസ് പറയുന്നു. ഏപ്രിൽ 18-നാണ് ബാക്സെവാനിയ പോലീസിൽ സഹോദരമായ 2 പെൺകുട്ടികൾ പരാതി നൽകിയത്. ഇതോടെയാണ് ഞെട്ടിക്കുന്ന പീഡന പരമ്പര പുറത്തറിയുന്നത്. ഫർഹാൻ ഖാന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ക്രൂര പീഡനത്തിന് പിന്നിൽ. 2022-ലാണ് സഹോദരന്മാരിൽ മൂത്തയാൾ പീഡനത്തിനിരയാകുന്നത്. പിന്നീട് ഇളയ സഹോദരിയെ ഭീഷണിപ്പെടുത്തി ഫർഹാൻ പീഡിപ്പിക്കുകയായിരുന്നു. ശേഷം ഇരുവരെയും ഭീഷണിപ്പെടുത്തി മതം മാറി വിവാഹത്തിന് നിർബന്ധിച്ചുവെന്നും എന്നാൽ തങ്ങൾ അതിനെ എതിർത്തിരുന്നതായും പരാതിയിൽ പറയുന്നു. പ്രതിയായ യുവാവ് ഇയാളുടെ സുഹൃത്തുക്കൾക്ക് കൂട്ടുകാരികളെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നിർബന്ധിച്ചുവെന്നും തുടർന്ന് ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും പരാതിയിലുണ്ട്. ഇതുകൂടാതെ ഇളയ സഹോദരി ഫർഹാൻ അയാളുടെ സുഹൃത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. സുഹൃത്തും പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നും ഈ ദൃശ്യങ്ങളിൽ മൊബൈലിൽ പകർത്തിയെന്നും പരാതിയിൽ പറയുന്നു. ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് നിരന്തരം പീഡിപ്പിച്ചു, നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചതായും ഓടുന്ന വാഹനത്തിലും ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തിയും തങ്ങളെ പീഡിപ്പിച്ചതായും പെൺകുട്ടികളുടെ പരാതിയിലുണ്ട്. സഹോദരിമാരുടെ അശ്ലീല വീഡിയോകൾ ഫർഹാന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തിയതായും NDTV അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംഭവത്തിൽ വ്യത്യസ്തങ്ങളായ 3 പരാതികളാണ് ലഭിച്ചതെന്ന് ഭോപ്പാൽ പോലീസ് കമ്മീഷണർ HC മിശ്ര പറഞ്ഞു. 6 പ്രതികളാണ് കേസിൽ നിലവിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് വിവരം. അലി, അബ്രാർ, നബീൽ എന്നീ പ്രതികൾ കൂടി ഇനി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ഫർഹാൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നുവെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. 2 വർഷം മുമ്പാണ് സഹോദരിമാരിൽ ഒരാളുമായി ഇയാൾ അടുപ്പത്തിലാകുന്നത്. തുടർന്ന് പെൺകുട്ടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു. ഇതുപയോഗിച്ചായിരുന്നു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നത്. ഫർഹാന്റെ ഫോണിൽ നിന്ന് പെൺകുട്ടികളെ ക്രൂരമായി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുന്നതിന്റെ ഒട്ടേറെ ദൃശ്യങ്ങൾ കണ്ടെടുത്തതായി പോലീസ് പറയുന്നു. പ്രത്യേക ഫോൾഡറുകളിലാക്കിയാണ് ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്നത്. സിഗരറ്റ് വെച്ച് ശരീരത്തിൽ പൊള്ളിക്കുന്നത് പോലെയുള്ള ആക്രമണ വീഡിയോകളും ഇതിലുണ്ടെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.